ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണല്ലേ, നമുക്ക് നല്ലൊരു മാങ്ങാ പച്ചടി ഉണ്ടാക്കിയാലോ. മിക്സിയുടെ ജാറിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, വെളുത്തുള്ളിയുടെ ഒരല്ലി, മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇടണം. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പച്ചമുളകും മാങ്ങായും വെളുത്തുള്ളിയും ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ആ ജാറിലേക്ക് തന്നെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തൈരും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയും കൂടെ അതിലിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിത് മാങ്ങ അരച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ മാങ്ങാ പച്ചടി തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.